നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള എന്റെ സബ്സ്ക്രൈബേഴ്സ്, പൊതുവേ എന്റെ സബ്സ്ക്രൈബർക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ, അനുമോളെ കുറിച്ച് തന്നെയാണ് വീഡിയോ എന്നുള്ളതാണ്. അപ്പൊ അനുമോള് 2 ദിവസം കൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഈ പറയുന്ന ഗിഫ്റ്റുകളുടെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു അൺബോക്സിംഗ് ആയിരുന്നു. പേരുകളുള്ളതൊക്കെ അത് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ഇപ്പൊ പെണ്ണ് കാണൽ ചടങ്ങ്, അതായത് ഭുവനുമായിട്ടുള്ള പെണ്ണ് കാണൽ ചടങ്ങിന്റെ ഒരു വീഡിയോ റിലീസ് ഉണ്ട്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരു ഹാപ്പി ആയിട്ട് ആ ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് കരുതി എന്നുള്ളതാണ്. ഇനി അൺബോക്സിംഗ് ചടങ്ങ്, അതായത് ഗിഫ്റ്റുകളുടെ അൺബോക്സിംഗ് ചെയ്തപ്പോൾ ഞാൻ കൊടുത്തൊരു സാധനം ഉണ്ട് അവിടെ. അത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ രാജേട്ടൻ, നമ്മുടെ യൂട്യൂബ് ബ്ലോഗർ, നമ്മുടെ രാജേട്ടൻ എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണിത്. വാവ്, നൈസ് നൈസ് നൈസ്, ഗംഭീര, അടിപൊളി, സൂപ്പർ, താങ്ക് യു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അനുമോൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റ് ആണെന്ന്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ചേട്ടാ, ഒരുപാട് ഇഷ്ടമായി, താങ്ക് യു. ഇതാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ്. അപ്പൊ ഞാനും അതില് എനിക്ക് ഡാനി അവരൊക്കെ ഒത്താണ് പോയി ഈ ഗിഫ്റ്റ് വാങ്ങിച്ചത്. നമ്മൾ അവിടെ പോയതിന് ശേഷം ആദ്യം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാന്ന് കരുതി. പോകുന്ന വഴി നോക്കി ഒരു ഗിഫ്റ്റും ഇല്ലായിരുന്നു. പിന്നെ നാലാഞ്ചിറ തന്നെ അവിടെ തന്നെ ഒരു നല്ലൊരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു, അതിനകത്ത് പോയി വാങ്ങിയതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പോ ഈ പറയുന്ന അനുമോളി ഇപ്പോ അവളുടെ യൂട്യൂബ് ചാനലിലിട്ട ഞങ്ങളുടെ പെണ്ണ് കാണൽ ചടങ്ങ്, ഓക്കെ, അതിന്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഇതാണത്, നമ്മുടെ പെണ്ണ് കാണൽ ചടങ്ങ് മാർച്ച് 22. നേരത്തെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ, നമുക്ക് കാണാം. വെൽക്കം. പെണ്ണ് കാണൽ, പെണ്ണ് കാണൽ മാത്രമല്ല അത് ഉറപ്പിക്കലും കൂടിയാണ്. കണ്ടൂടെ എനിക്ക് എന്ത് തമിഴ് പറയും. ഇതിന്റെ മേലെ ഒഴിക്കണോ? എന്നിട്ട് നീ കുഴച്ച് കഴിക്കണം. കണ്ട, ആ മുരിങ്ങയ്ക്ക് പോലും കഴിക്കാം, പക്ഷെ അങ്ങനെ കഴിക്കുമായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ ആയി. പെണ്ണ് കാണൽ ചടങ്ങ് മാത്രമല്ല, ഉറപ്പിക്കൽ കൂടിയാണ്. മനസ്സിലായോ? ഇത് സത്യം നമ്മള് സാധാ കാണുന്ന പെണ്ണുകൾ ചടങ്ങല്ല. ഇത് ഒരു ചടങ്ങിന് വേണ്ടി മാത്രം നടത്തുന്ന സംഭവമാണ്. എല്ലാം ഉറപ്പിച്ചതിന് ശേഷം അവരൊരു ചടങ്ങിന് വേണ്ടി നടത്തുന്ന സാധനം. അതായത് പെണ്ണ് കാണൽ ചടങ്ങ് ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഓക്കെ, അതെ, അത് തന്നെയാണ് പെണ്ണ് കാണൽ. പെണ്ണ് കാണൽ മാത്രമല്ല അത് ഉറപ്പിക്കലും കൂടിയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ പറയാണ്ട്. ഇവിടെ നിന്ന് ചെക്കനെ എങ്ങനെ കണ്ടു, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ് ആണോ, അതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്, എനിക്കറിയത്തില്ല. അത് ശരിയാണ്, എല്ലാവർക്കും ഉള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത് അറേഞ്ച്ഡ് ആണോ ലവ് മാരേജ് ആണോ എന്നുള്ളത്. അത് ഇപ്പോഴും ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ അനുമോള് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ പറയാം, നോക്കാം. എന്റെ ലൈഫിൽ ഒരു ബിഗ് ഡേ ആണെന്നും കൂടി പറയാം. ബിഗ് ഡേയിൽ എന്റെ ഒരു വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു ലവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല, എന്റെ ഒരു ഊഹം പറയുകയാണ്. സ്റ്റാർട്ടിങ് അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് പുള്ളിക്കാരന്റെ ഫാമിലി ആയിട്ടൊക്കെ വരാണ് കാണാനായിട്ട്. പുള്ളി മലയാളിയല്ല, തമിഴനാണ്. എന്താ പറയാ, എല്ലാം ദൈവം നിശ്ചയിച്ചതുപോലെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, അത്ര തന്നെ. നമ്മൾ സന്തോഷമാണല്ലോ നമുക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത്. സന്തോഷം, സമാധാനമൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. ഉറപ്പായിട്ട് ആൾക്കാർക്ക് അതിന്റെ ഒരു ക്യൂരിയോസിറ്റി. നിങ്ങൾ പ്രണയിച്ചാണോ വിവാഹം കഴിച്ചത്? അത് മാത്രം, വേറെ ഒന്നും ഇവിടെ കേൾക്കണ്ട. പ്രണയ വിവാഹമാണ്, പ്രേമമല്ലേ, ഇതാണ് ആൾക്കാർക്ക് അറിയാനുള്ളത്. അത് എത്രയും പെട്ടെന്ന് പറയുക എന്നുള്ളതാണ്. പിന്നെ ഈ വീഡിയോ ഞാൻ എന്തായാലും ഇപ്പൊ പോസ്റ്റ് ചെയ്തില്ല, കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ സർപ്രൈസ് ആയിട്ട് ഞാൻ വെക്കത്തുള്ളൂ. ആ ഷോർട്ട് വീഡിയോ. അപ്പം അതിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമന്റ്സ് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അഭിനയിക്കുന്നതാണ്, ഒരിക്കലല്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നമുക്ക് ആ ഒരു സന്തോഷവും, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് ഞാൻ. ബ്ലോഗ് ഭയങ്കര രസമല്ലേ, എത്ര 50 റോസാപ്പ് വെച്ചിട്ടാണ് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ റെഫറൻസ് പുള്ളിക്കാരത്തേക്ക് അയച്ചു കൊടുത്തു, അങ്ങനെ എനിക്ക് ചെയ്തു തന്നതാണിത്. താങ്ക് യു. ഹായ്, വരൂ അമ്മ, വരൂ. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവര് ഈ വീട്ടിൽ, അതായത് അമ്മ ഈ വീട്ടിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അച്ഛൻ്റെ അടുത്തൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്.
കണ്ടോ? എനിക്ക് എന്ത് തമിഴ് പറയും? ഇതാ അച്ഛൻ അച്ഛൻ അച്ഛൻ. ഇത് ഭുവൻ അമ്മ. അച്ഛനെ പരിചയപ്പെടുത്തി കൊടുത്തതും അമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തത് കണ്ടപ്പോൾ അവര് ആദ്യമായിട്ടാണ് കാണുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പൊതുവെ എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മളൊക്കെ ഈ പെണ്ണ് കാണൽ ചടങ്ങ് ചായ, ലഡു, ചിപ്സ്, ജിലേബി ഇതൊക്കെയാണ്. പക്ഷെ ഇവിടെ ജ്യൂസ് എന്തുവാണ് കൊടുക്കുന്നത്? പറഞ്ഞല്ലോ പെണ്ണ് കാണൽ മാത്രമല്ല ഉറപ്പിക്കൽ ചടങ്ങ്, അതായത് ഉറപ്പിക്കുകയാണ് ഇന്ന്. പെണ്ണ് കാണൽ പോലെ വന്നിട്ട് സത്യമായി ഇത് ഉറപ്പിക്കൽ ചടങ്ങാണ്. അതുകൊണ്ടാണ് അവിടെ സദ്യയും കാര്യങ്ങളൊക്കെ കൊടുത്തത് എന്നുള്ളതാണ്. ഓക്കെ, ഭുവനും അനുമോളെ പോലെ തന്നെ ഒരു അമ്പലവാസിയാണെന്ന് തോന്നുന്നു. എല്ലാം ഈ ഭക്തി കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. യോജിച്ച പയ്യൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഡ്രസ് ഹായ് ബ്രോ. ഹലോ ബ്രോ. മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാ, ഇത് ഭുവനേഷ്. എന്തായാലും മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഈ വ്ലോഗ് ഇടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇടുള്ളൂ എന്നാണ് പറഞ്ഞേ. ഫോട്ടോ ഫോട്ടോ. ഒരു കാര്യം സമ്മതിക്കണം കേട്ടോ, ആരെയും അറിയിക്കാതെ, ആരെയെന്നല്ല പുറത്തൊന്നും അറിയിക്കാതെ വളരെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തു ഈ ഒരു വിവാഹം എന്നുള്ളതാണ് അല്ലേ. വലിയ കൃത്യമായിട്ട് ഒരിടത്ത് ഒരു പാളിച്ച പറ്റാതെ, എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റാതെ കൃത്യമായിട്ട് ആരെയും വലുതായിട്ട് എന്താണ് പിന്നെ എല്ലാവരെയും വിളിച്ചു എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഈ റിയാക്ഷൻ ചെയ്യുന്ന ചാനലുകളെ വിളിക്കുക എന്ന് പറയുമ്പോൾ, റിയാക്ഷൻ ചെയ്യുന്ന ചാനൽ എന്ന് വെച്ചാൽ എന്തോ ഒരു നികൃഷ്ട ജീവികളാണ് എന്ന് കരുതുന്നവരാണ് പലവരും. അവിടെയൊക്കെ വേറിട്ട് നിന്നുകൊണ്ട് നമ്മളെയൊക്കെ വിളിച്ചു എന്നുള്ളത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. മനസ്സിലായി. ഇപ്പൊ നമുക്കറിയാലോ, റിയാക്ഷൻ ചാനലിൽ എങ്ങനെയെങ്കിലും കൂട്ടിപ്പോയെങ്കിൽ അവർക്ക് തോന്നിയാസം പോലെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന ഷാരിയെ പോലുള്ള കുറെ എണ്ണങ്ങളുണ്ട്. അവിടെയൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്നത് അനുമോളാണെന്ന് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, മാത്രം അറിയില്ലായിരുന്നു. എന്റെ അവാർഡ് നിനക്ക് പോടാ. ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാ? ഇല്ലല്ലേ, കുറച്ച് ചിറ്റ കണ്ടിട്ടുണ്ടല്ലോ. ചിറ്റ കണ്ടു. പിന്നെ അമ്മയും കുറച്ച് എപ്പിസോഡ് കണ്ടു. എപ്പോഴാ ഓടുന്നത്? ഇതൊക്കെ അവരുടെ ബന്ധുക്കളാണ് കേട്ടോ. എന്തേ? അതെ അതെ അതെ, അങ്ങനെയൊക്കെ സംഭവിച്ചു. ഫോട്ടോ നാണോ ഇല്ലെന്ന് പറയുന്നതിന് ഒരു വെക്കമില്ല. എനിക്ക് വെക്കമേ ഇല്ല, ഒരു വെക്കമില്ല. നമ്മളെ മലയാളത്തിൽ പറയുന്നത് എനിക്കൊരു നാണോ ഇല്ലെന്ന് പറയുന്നതിന് ഒരു വെക്കമില്ല. എനിക്ക് നാണോ ഇല്ല മാനോ നമ്മൾ പറയില്ല. അതിന് ഇവിടെയും പറയുള്ളൂ. ഇതറിയാന്ന് എനിക്കറിയാം. പച്ചടിയാ, കിച്ചടി, പച്ചടി, അതൊക്കെ
ഇങ്ങനെ കഴിക്കണം. കുറച്ച് നമുക്ക് ഓട്ടിച്ച് കളയാം. മുഴുവനായിട്ട് കാണണമെങ്കിൽ അനിമോളുടെ ചാനൽ തന്നെ ഉണ്ട്, പോയി കാണുക കേട്ടോ. ആ പപ്പടം ഉണ്ട്. പ്രണവ് കുറെ കഴിക്കും എല്ലാം മീനാണ് ഇഷ്ടം. മീനാണ് ഇഷ്ടം. ചിക്കൻ, മീൻ, മട്ടൺ എല്ലാം കഴിക്കും. ആ ബീഫ് കഴിക്കില്ല. എപ്പടി ബോൾ കഴിക്കുക? ഇത്രയും കഴിച്ചിട്ട് ബോൾ കഴിക്കുക? ബോൾ ഇതാണ് കഴിക്കേണ്ടത്. പൈസ ഓക്കെ കഴിക്കും ഒരു ബോളി. ഓ ഇനിയോ ഇലയിൽ ഒന്നുകൂടെ ചോറാ. രസം മോര് ഇതെങ്കിലും കൂടെ ഫിനിഷ് ചെയ്യും. ഞാൻ കഴിക്കാം. ആ ഓ ഓക്കെ ഓക്കെ. ഓക്കെ, ഇതായിരുന്നു അനിമോളുടെ പെണ്ണ് കാണൽ ചടങ്ങ്. നന്നായിരുന്നു അല്ലേ? പെണ്ണ് കാണൽ ചടങ്ങിന് മാത്രമല്ല, ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഉറപ്പിക്കലായിരുന്നു. ഇപ്പം പണ്ടത്തെ പോലെ നമ്മള് ഈ പറയുന്ന ഒരു പെണ്ണ് കാണൽ ചടങ്ങ് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം, നമുക്ക് ആദ്യമായിട്ടായിരിക്കും അപ്പോഴേ കാണുന്നത് എന്നുള്ളതാണ് അല്ലേ? ചിലപ്പം പയ്യനും പെണ്ണും തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ സമയത്ത് നമ്മൾ ചായയോ വടയോ ഈ പറയുന്ന ലഡു, ജിലേബി അങ്ങനെയുള്ള മിച്ചർ അതൊക്കെ കൊടുത്ത് അങ്ങ് വിടും. പെണ്ണിൻ്റെ അടുത്ത് എന്താ പേര്, എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് നമ്മൾ പോകും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇതൊരു ചടങ്ങിന് വേണ്ടി പെണ്ണ് കാണലല്ല ഇവിടെ, അതായത് പറഞ്ഞാൽ ഉറപ്പിക്കലാണ് അവിടെ ചെയ്തത്. അതിന്റെ കൂടുതൽ പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് അവർ തമ്പ് അങ്ങനെ ഇട്ടിക്കുന്നേ എനിക്കുള്ളൂ. ഇത് ഉറപ്പിക്കൽ ചടങ്ങാണ്. കാരണം എല്ലാം പറഞ്ഞ് ഇപ്പൊ പണ്ടത്തെ പോലെയല്ലല്ലോ. ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടി സംസാരിച്ചു എല്ലാം ക്ലിയർ ആക്കി, എല്ലാം ഓക്കെ, ചിലപ്പം ജാതകം വരെ നോക്കി എല്ലാം ക്ലിയർ ആക്കി നമുക്ക് യോജിച്ചവരാണ് എന്നൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുന്നത്. പണ്ടൊക്കെയാണ് ജാതകം പെണ്ണൊക്കെ കണ്ടിട്ട് ആ കൊള്ളാം, പെണ്ണൊക്കെ അടിപൊളി, പോയി ജാതകം നോക്കുമ്പോൾ ഊഞ്ഞാലിയാവും. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്, ജാതകമൊക്കെ നോക്കി എല്ലാം നോക്കി അവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ കുടുംബവുമായിട്ട് പിന്നെ യോജിച്ച് പോകുന്നവരാണ്, എൻ്റെ സ്വഭാവമായിട്ട് യോജിച്ച് പോകുന്നതൊക്കെ എല്ലാം ചെയ്തതിന് ശേഷമാണ് പെണ്ണ് കാണൽ ചടങ്ങിന് നടക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന ഉറപ്പിക്കൽ എന്നുള്ളതാണ്. അപ്പം ഈ അനുമോളുടെയും ഈ ഭുവന്റെയും ആ ഒരു പിന്നീട് അവരുടെ ആ ഒരു ഇന്റിമസി കാണുമ്പോൾ നമുക്കറിയാം, അവർ ആദ്യമേ തന്നെ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞ്. ഇപ്പോഴും വീണ്ടും ഒരു സസ്പെൻസ് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ വിവാഹം ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് ആണോ എന്നുള്ളൊരു സസ്പെൻസ് അവിടെ ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലവ് ആവാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. മേ ബി അറേഞ്ച്ഡ് ആവാം, എനിക്കറിയത്തില്ല. എന്തായാലും അതൊക്കെ അനുമോൾ തന്നെ വെളിപ്പെടുത്തുമെന്നുള്ളതാണ്. എനിക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, എല്ലാം ചെയ്യുക. കമന്റ് ചെയ്ത് നമുക്ക് വീണ്ടും കാണാം. ശരി.